സ്ത്രീകൾ വേറെ ഒന്നും നോക്കില്ല. ഒരു മുമ്പേ പോണ വണ്ടിയുടെ പുറകെ ഇടത്തോട്ട് തിരിയില്ല, വലത്തോട്ട് തിരിയില്ല. സ്റ്റിയറിംഗ് തിരിക്കുക, അവർക്ക് ഇടത്തോട്ട് മടത്തോട്ട് തിരിക്കാൻ അറിയത്തില്ല. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിക്കുന്നവരുണ്ട്, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട് തിരിക്കുന്നവരുണ്ട്. മുമ്പേ പോകണം കാണിക്കുന്നത് പോലെ തന്നെ നൂല് പിടിച്ച് അവൻ്റെ പുറകെ പോകും. ഇടത്തോട്ടോ വലത്തോട്ടോ കയറി പോകുന്ന സ്ഥലം കിടന്നാലും പോകില്ല. സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് വണ്ടി ഓടിക്കുന്നത്. സുരക്ഷിതമായ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു സംസ്കാരം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വാഹന അപകടങ്ങൾക്ക് കാരണമാകുന്നത് സുരക്ഷിതമായ ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നിരത്തുകളിൽ ഇല്ലാത്തത് തന്നെയാണ്. ഒരാൾ മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിയമ അനുസൃതമായി വണ്ടി ഓടിച്ചതുകൊണ്ട് കാര്യമല്ല. നിരത്തിലിറങ്ങുന്ന എല്ലാവരും ഒരുപോലെ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് പുതിയ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ആ പരിഷ്കരണങ്ങളിൽ നമ്മുടെ ലൈസൻസുകളിലേക്കാണ് കൈവച്ചത്. എന്തായാലും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് ഒരുപാട് എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. പ്രതിഷേധങ്ങൾ ശക്തമാണ്. എന്തായാലും ഇതിൻ്റെ അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരോട് തന്നെ ചോദിക്കാം. രാജൻ, എത്ര നാളായി രാജൻ ഓട്ടോ ഓടിക്കുന്നു? ഞാൻ 15 കൊല്ലം. അപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് എത്ര കാലമായി? എനിക്ക് ലൈസൻസ് 2006 കിട്ടിയത്. 2006 ലൈസൻസ് കിട്ടുമ്പോൾ ഇതുപോലുള്ള ഒരു സംഘർഷം ഒക്കെ ഉണ്ടായിരുന്നു, മീൻസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈസിയായി കിട്ടിയോ? ഈസിയായി കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ ഇത്തരം ഈ ഒരു നിയമങ്ങൾ ഇങ്ങനെ കർശനമാക്കുന്നതിനെ കുറിച്ച് രാജൻ്റെ അഭിപ്രായം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്താണ്? എനിക്ക് ഇപ്പോൾ വരുന്ന നിയമത്തോട് താല്പര്യമില്ല. ഇങ്ങനെ ലൈസൻസ് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ വളരെയധികം ഒരു ഇതിലോട്ടാണ് പോണത്. അതായത് മുമ്പൊക്കെയാണെങ്കിൽ എളുപ്പമാണ് ലൈസൻസ് കിട്ടിക്കൊണ്ടത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വളരെയധികം പാടാണ്. കുട്ടികളെ നമുക്ക് സഹായിക്കാമെന്ന് തന്നെ രാജൻ പറയുന്നത്. തീർച്ചയായും സഹായിക്കാം. കാര്യം ഞാൻ എടുത്ത സമയത്തൊക്കെ വളരെ എളുപ്പമാണ് ലൈസൻസ് കിട്ടാൻ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നാളെ എൻ്റെ മക്കൾ ലൈസൻസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴേ അവർക്ക് ചിലപ്പോൾ ഇതിനേയും കാളി വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഗതാഗത മന്ത്രി ഒന്നുകൂടെ ആലോചിക്കണം അല്ലേ? പിന്നെ തീർച്ചയായും ആലോചിക്കണം. ഇപ്പോൾ ഈ ലൈസൻസിൻ്റെ പേരിലുണ്ടാകുന്ന ഈ സംഘർഷത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നല്ലതാണത്. ഗണേശ് പറഞ്ഞത് ആവശ്യമാണത്. കഴിഞ്ഞ ദിവസം ചേട്ടാ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സ്വന്തമായി വണ്ടി കൊണ്ടുവരണമെന്ന്. എത്ര പേർക്ക് വണ്ടി ഉണ്ടാകും? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കാര്യമാണ് ഗണേശ് പറഞ്ഞത്. അങ്ങനെ ആവശ്യമാണ് അത്. നമുക്ക് 8ഉം Hഉം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിനനുസരിച്ചിട്ടുള്ള പാർക്കിംഗ്, ഇത് ഗണേശ് പറഞ്ഞ മാതിരി പാർക്കിംഗ് അത് നമുക്ക് പഠിക്കേണ്ടതാണ്. അത് ആവശ്യമാണത്. അല്ല, വണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സ്വന്തം വണ്ടി കൊണ്ടുവരണം വേണം ലൈസൻസ് എടുക്കണം. അതിനോട് എങ്ങനെ? അത് പറ്റില്ല. നമുക്ക് എങ്ങനെ സ്വന്തം വണ്ടി വാങ്ങിച്ചിട്ട് എങ്ങനെ ലൈസൻസ് എടുക്കാൻ പറ്റും? വണ്ടി ഇല്ലാത്തവരെന്താ ചെയ്യുക? അത് ഓടിക്കണ്ടേ? ഇപ്പോൾ ചേട്ടൻ്റെ വണ്ടി എനിക്ക് 2 വണ്ടി വേണ്ടേ? അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ തന്നെ എടുത്ത് പോകണമെന്ന് വെച്ചാൽ ചേട്ടൻ്റെ പേരിലാണ് വണ്ടി എന്ന് വെച്ചാൽ, അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 2 വണ്ടി വേണ്ടേ? അയ്യോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര വയസ്സായി? 21. ഇല്ല, എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞോ? അറിഞ്ഞോ? എന്താ അഭിപ്രായം? വേണോ വേണ്ടയോ? വേണം. കാരണം നല്ലോണം ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ലേ നമ്മൾ ലൈസൻസ് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നല്ലതല്ലേ? പിന്നെ ഏത് രീതിയിൽ ചിന്തിക്കുമ്പോൾ വേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു റൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും ലൈസൻസ് കിട്ടുന്ന തരത്തിലാണല്ലോ ഇപ്പം. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന തരത്തിലല്ലേ? അതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആരെയും പിണക്കാതെ കുറച്ച് ഘടിപ്പിച്ച് അത്ര മതി അല്ലേ? അത്ര മതി. 3 പേർക്ക് ലൈസൻസ് ഉണ്ടോ? എടുക്കുന്നില്ലേ? എടുക്കണം. ശരി. ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളല്ല, അദ്ദേഹം പറയുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതെങ്ങനെ അടുത്ത ജനറേഷന് ഇനി ലൈസൻസ് എടുക്കാനിരിക്കുന്നവരെ ബാധിക്കും? നല്ല തീരുമാനങ്ങളല്ലല്ലോ. ഞാൻ ലൈസൻസ് എടുത്ത ടൈമിൽ അറിയാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലേണേഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റിന് വിളിക്കുമ്പോൾ ടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ടൈമിലുള്ള എല്ലാവർക്കും എന്താ പറയുക പെട്ടെന്ന് ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ എന്ന് അറിയാനുള്ളത് പറഞ്ഞാൽ ഒരു ടൈമിൽ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് നിബന്ധന ഉണ്ടല്ലോ, ഒരു 50% എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നും നല്ല പഴയ തന്നെ എനിക്ക് തോന്നുന്നു. ഏകദേശം കുറച്ച് കൂടുതലാണ് ഇപ്പോൾ എടുക്കാൻ, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ അധികം ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ലൈസൻസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അല്ല, ഇതിലിപ്പോൾ റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, 8ഉം 8ഉം എടുത്തിട്ട് മതി റോഡ് ടെസ്റ്റ്, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? നേരത്തെ ആദ്യം 8ഉം 8ഉം എടുത്തിട്ടായിരുന്നു റോഡ് ടെസ്റ്റ്, ഇനി തിരിച്ചാണ് എന്ന് പറയുന്നു. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? H എടുത്തിട്ട് റോഡ് ടെസ്റ്റിന് പോകുന്നതായിരിക്കും നല്ലത്. അതിനെ H എടുക്കാനാണ് സിമ്പിള്. റോഡ് ടെസ്റ്റിനായിട്ട് സുഖം എടുത്തതിനോണ്ട് അറിയാണ്. H എടുക്കാൻ വലിയ ടഫൊന്നുമില്ല.
എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എച്ചെടുക്കാൻ വലിയ ടഫൊന്നുമില്ല. എന്നിട്ട് റോഡ് ടെസ്റ്റ് നമുക്കൊരു ശീലമായതാണ്. മുന്നേ കുറേ ആൾക്കാർ പറഞ്ഞത് ആ ഒരു പാറ്റേണിൽ പോകുന്നതിനെ കൊണ്ടാണോ അറിയില്ല. കുറേ ആൾക്കാർ എന്താ പറയുക നമ്മൾ പറഞ്ഞു തരുമല്ലോ ഓരോരുത്തർ. പക്ഷേ വേറൊരു കേസ് അദ്ദേഹം പറഞ്ഞത് സ്വന്തം വണ്ടി കൊണ്ടുവന്ന് വേണം ലൈസൻസ് എടുക്കാൻ. അതെങ്ങനെ പ്രാക്ടിക്കൽ ആവും? അതിപ്പോൾ എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടാവണമെന്നില്ലല്ലോ. വണ്ടി ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർ ബാക്കിയൊരു എന്താ പറയുക ഒരു 50-50 എന്ന് പറയുന്ന ഒരു ചാൻസിൽ പോകും. ബാക്കിയുള്ളത് ഈസി ആക്കുക വെച്ചാൽ ഇപ്പം ഏകദേശം യാതൊരു വൃത്തിയില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈസൻസ് എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഏകദേശം അറിയാമെന്ന് തോന്നിയാൽ പാസ്സാക്കി വിടുകയാണ്. അതുകൊണ്ട് റോഡ് മേലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു പഠിച്ച് ലെവലായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായി കിട്ടും. ഇത് റാണി 2 വീലറും 4 വീലറും ഓടിക്കോ? 4 വീലർ കംഫർട്ടബിൾ. അപ്പോൾ എത്ര നാളെ റാണി ലൈസൻസ് കിട്ടിയിട്ട്? 8-9 വർഷമായി. ഇപ്പോഴത്തെ സിസ്റ്റം മാറുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് പിള്ളേർക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. റാണിയുടെ അഭിപ്രായം എന്താ? അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ആക്സിഡൻസും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം നല്ലതാണ്. പെട്ടെന്ന് എല്ലാവർക്കും ലൈസൻസ് കിട്ടില്ല, അത്യാവശ്യം കഷ്ടപ്പെടണം. അന്നെന്ന് പറഞ്ഞാൽ എച്ചൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പഠിക്കാണ്ട് തന്നെ എച്ചൊക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ആക്സിഡൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാം. മാക്സിമം ആൾക്കാർക്ക് കുറച്ചുകൂടി അറിവ് കിട്ടും. മന്ത്രി ഗണേഷ് കുമാറിനോടൊപ്പം യോജിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലത് തന്നെയാണ് ഇങ്ങനത്തെ ടെസ്റ്റിൻ്റെ ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ കൊണ്ടുവരുമ്പോൾ. കാരണം നമ്മൾ കുറേ ആക്സിഡൻസ് ഒക്കെ കാണുന്നതല്ലേ, അപ്പം അതൊരു സൈഡിൽ നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള കുട്ടികൾ അതെടുക്കാൻ ആക്ച്വലി ഞാൻ കാർ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനൊരു സിസ്റ്റം വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാലും നമുക്കൊരു പേടിയുണ്ട്, അത് കറക്റ്റ് ആവുമോ, കുറേ ട്രൈ ചെയ്യണം, സാധ്യത കുറവാണ്. പക്ഷേ ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. നമുക്കതിനെപ്പറ്റി അറിയില്ല, ഇനി കൂടുതൽ അങ്ങോട്ട് കാര്യങ്ങൾ എന്താണെന്ന് മന്ത്രി പറയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലതായി, ഏതിനും ഒരു സൈഡ് നല്ലതും ഒരു സൈഡ് ചീത്തയും ഉണ്ട്. അങ്ങനെ എന്താണെന്ന് അറിയില്ല. പിന്നെ രണ്ടിനും ഞാൻ പോയിട്ടില്ല. ലൈസൻസ് 2 വീലർ ഓടിക്കാൻ അറിയാമെന്നുള്ളതേ ഉള്ളൂ. സുധ, എത്ര നാളെ ലൈസൻസ് കിട്ടിയിട്ട്? എനിക്ക് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട്. മോളെ വാഹനം ഓടിപ്പിക്കാൻ താല്പര്യമുണ്ടല്ലോ? താല്പര്യമുണ്ട്, ഇപ്പോൾ പഠിപ്പിച്ചിട്ടില്ല. അവൾക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് പറയുന്നത് അപ്പോഴേ. അപ്പോൾ ഞാൻ മോളോട് ചോദിക്കണതിന് മുന്നേ അമ്മയോട് ചോദിക്കാം. കാര്യം അമ്മ ലൈസൻസ് ഹോൾഡറാണ്. ഇപ്പോൾ ഒരുപാട് പുതിയ സിസ്റ്റം വരുന്നുണ്ട്. എന്താണ് സുധയുടെ അഭിപ്രായം? മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല നല്ല മാറ്റങ്ങൾ അത് തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. പണ്ടൊരു കാലത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമ്മുടെ എല്ലാം തൊഴിൽ പോയേ എന്ന് പറഞ്ഞ് നമ്മളൊരുപാട് വിഷമിച്ചതാണ്. ആ സമയത്ത് നമുക്കും തോന്നിയിരുന്നു, അന്നൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ആയിരുന്നു, അന്ന് നമുക്ക് തോന്നിയിരുന്നു നമ്മൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് കാലം അത് തെളിയിച്ചു. നല്ല കാര്യങ്ങൾ കാലം തെളിയിച്ചത് നടപ്പിലാക്കും തന്നെയാണ് വിശ്വാസം. ഓക്കെ, സുധ പറഞ്ഞതിനോട് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പുതിയ തീരുമാനം കേട്ടു. അതായത് ലൈസൻസ് എടുക്കാൻ വരുന്നവർ, ടെസ്റ്റിന് വരുന്നവർ സ്വന്തം വാഹനം കൊണ്ടുവരണം. അത് എത്രത്തോളം നടക്കും? അത് സ്വന്തം വാഹനം കൊണ്ടുവരണം എന്നുള്ളത് എത്ര പേർക്ക് അത് നടപ്പാകും എന്നുള്ളതിനൊരു സംശയമുണ്ട്. കാരണം എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആകണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, മോൾക്കൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ലൈസൻസ് എടുപ്പിക്കണം എന്ന് താല്പര്യമില്ല. വീട്ടിലിരിക്കുന്ന വണ്ടി തന്നെ ഓടിച്ചാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമേ ഉള്ളൂ. ആദ്യമേ പുതിയ വണ്ടി എടുത്തങ്ങ് കൊടുക്കുക, അങ്ങനെ ഒരു സിസ്റ്റത്തോടെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി വണ്ടി ഉണ്ടായിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും പഠിച്ചതിന് ശേഷം ഒരു കോൺഫിഡൻസ് വന്നിട്ട് വണ്ടി മേടിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. ഉടനെ ലൈസൻസ് എടുക്കുമോ അതോ പേടിച്ച് മാറി നിൽക്കുമോ? ഇപ്പോൾ തൽക്കാലം കുറച്ച് പേടിയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആയതിനു ശേഷം എടുക്കും. റോഡിലൂടെ ദിവസവും വണ്ടി ഓടിക്കുന്ന ആളാണ്, പലതരത്തിലുള്ള ആൾക്കാരെ ഡ്രൈവിംഗിൽ കാണുന്നതാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ റോഡുകളും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഡ്രൈവിംഗും സുരക്ഷിതമാണോ? സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ സുരക്ഷിതമായിട്ട് ഓടിക്കുന്നവരുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാതെ വർഷങ്ങളായിട്ട് ഇവിടെ ബസ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ ചിലരുടെ മൈൻഡ് വ്യത്യാസങ്ങളിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മുടെ റോഡൊന്നും ശരിയല്ല, റോഡെല്ലായിടം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. റോഡൊക്കെ നന്നാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരുപാട് കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അത് വേണമെന്നാണോ ചേട്ടൻ്റെ അഭിപ്രായം? അല്ല, നിയമങ്ങൾ നല്ല നിയമങ്ങൾ തന്നെ ഗണേഷ് കുമാർ മന്ത്രി കൊണ്ടുവരുന്നത്, അത് വേണമെന്ന് തന്നെ പറഞ്ഞു. നമ്മുടെ റോഡിൽ അപകടകരമായി വണ്ടി ഓടിക്കുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ കുട്ടികളാണോ? സ്ത്രീകൾ വേറെ ഒന്നും നോക്കൂല. അവർ മുമ്പേ പോണ വണ്ടിയുടെ പുറകെ ഇടത്തോട്ട് തിരിയില്ല വലത്തോട്ട് തിരിയില്ല, സ്റ്റിയറിംഗ് തിരിക്കുക, അവർക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ അറിയത്തില്ല.
ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിക്കുന്നവരുണ്ട്, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട് തിരിക്കുന്നവരുണ്ട്. മുമ്പേ പോകണം കാണിക്കുന്നത് പോലെ തന്നെ നൂല് പിടിച്ച് അവൻ്റെ പുറകെ പോകും. ഇടത്തോട്ട് വലത്തോട്ട് കയറി പോകുന്ന സ്ഥലം കിടന്നാലും പോകില്ല. സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് വണ്ടി ഓടിക്കുന്നത്. അവർ പിന്നെയും അപ്പോൾ പിന്നെ കുറച്ച് പുതിയ പിള്ളേരുണ്ട്, ഡ്യൂക്കിൻ്റെയൊക്കെ ബൈക്കുകൾ എടുത്തുകൊണ്ട് സ്പോർട്സ് ബൈക്കുമായിട്ട് ബേളം കാണിച്ച് റോഡിൽ കൂടെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നവർ നമ്മൾ സ്ഥിരം കാണുന്നത് തന്നെ. ആ പട്ടം പ്ലാമൂട് സൈഡ് മുഴുവൻ ഒരു ദിവസം 2-3 ആക്സിഡൻ്റ് അവിടെ കാണും എല്ലാ ദിവസവും. ഈ പറയുന്ന പോലെ ഈ എച്ച് എടുത്തതിന് ശേഷം മതിയോ റോഡ് ടെസ്റ്റ്? അതിന് H8 എടുത്തതിന് ശേഷം മതി റോഡ്. പക്ഷെ അതിപ്പോൾ തിരിച്ചെടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. റോഡ് ടെസ്റ്റ് റോഡിൽ നിർത്തി കയറ്റത്തിൽ നിർത്തിയെടുക്കണം, അതൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. അതൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. അതൊക്കെ കയറ്റത്തിൽ വണ്ടി പുറകോട്ട് കൊണ്ടുവന്ന് ഇടിക്കുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ.